അടുത്ത ഒരു വ്ളോഗുമായിട്ടാണ് ഉനൈസ് വന്നിരിക്കുന്നത്. സോ ഇപ്പോൾ വന്നിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇനിയും കണ്ടന്റും കാര്യങ്ങളും ഒരു 2-3 കണ്ടന്റും കാര്യങ്ങളും കയ്യിലുണ്ട്. സോ അതും കാര്യങ്ങളും പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്താണ് എന്ന് ഉള്ള ചോദ്യത്തിന് അറിയില്ല. അതുകൊണ്ട് മേ ബി റംസാൻ ബ്ലോഗ് എടുക്കണമെന്ന് താല്പര്യമുണ്ട്. സോ വരും എന്ന് ഞാൻ നോക്കാം എന്ന് പറയാം, അത്രേ ഉള്ളൂ. അപ്പോ ഈ വ്ളോഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 7th വ്ളോഗ്, ഓക്കെ, ക്രിസ്ത്യാനോയുടെ നമ്പറുള്ള 7th വ്ളോഗ് പറയുകയാണെങ്കിൽ ഇതിനെ കുറിച്ച് ഡെറാഡൂൺ എത്തിയിട്ട് ഡെറാഡൂണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് തന്നെയാണ് വ്ളോഗ്. അപ്പോൾ വീഡിയോയും കാര്യങ്ങളും കാണും. ഓൾ ആർ വെൽക്കം ടു മൈ ചാനൽ. അസ്സലാമു അലൈക്കും. സോ നമ്മൾ 7 മണിക്കാണ് ഡെറാഡൂണിൽ റീച്ച് ആവുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ വന്നിട്ട് പറയുകയാണെങ്കിൽ ഡെറാഡൂണിൽ നല്ല തണുപ്പായിരുന്നു. ഈ ഫ്രണ്ടിലിരിക്കുന്ന തെണ്ടി നമ്മളടുത്ത് ചോദിച്ചത് 3 കിലോമീറ്റർ പോകാൻ വേണ്ടി ചോദിച്ചത് 700 രൂപയാണ്. റാഫി അതിൽ ഇടപെട്ട് പിന്നെ നമ്മുടെ ഓളിനോൾ മെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ വരുന്ന ട്രക്കിംഗ് ഗൈഡ്, നോട്ട് എ ഗൈഡ്, ഈസ് മൈ ബ്രദർ. സോ അതുകൊണ്ട് തന്നെ മൂപ്പർ എന്ത് ചെയ്തു, ചോദിച്ചപ്പോൾ 300 രൂപേൻ്റെ മേലൊന്നും കൊടുക്കണ്ട നീ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ റാഫി അതിലിടപെട്ട് 300 രൂപ തരാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് പക്ഷേ ഈ നായി നമ്മളെ പോസ്റ്റാക്കി, കുറേ നേരം പോസ്റ്റാക്കി അവിടെ. എന്തിനു വെച്ചാൽ വേറെ സഫാരി എന്തെങ്കിലും കിട്ടുമോ, വേറെ ആൾക്കാരനെ എന്തെങ്കിലും കിട്ടുകൊണ്ട് കുറേ നേരം നിന്നു. ഓക്കെ, സോ ആഫ്റ്റർ ദാറ്റ് നമ്മളിവിടെ റീച്ചായിട്ട് ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ എന്തോ കഴിച്ചു. എൻ്റെ പേരെന്താന്ന് വെച്ചാൽ ഐ തിങ്ക് ബ്രെഡ് പക്കോട. ബ്രെഡ് പക്കോട കഴിച്ചു. എന്താണ് ബ്രെഡ് എടുത്ത് കുറച്ച് എന്താ പറയുക മാവിലിട്ടിട്ട്, അതന്നെ മാവിലിട്ട് പൊരിക്കുക, അത്ര തന്നെ. അതാണ് ബ്രെഡ് പക്കോട. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ബസ്സിലാണ് നമ്മൾ പോകുന്നത്. രാവിലെ ഒന്ന് മോർണിംഗ് വാക്കിന് ഇറങ്ങിയാണ് കുട്ടനും ടീമും. അപ്പോൾ അതൊക്കെ നമ്മുടെ എല്ലാവരും ഇപ്പോൾ ഗുഡ് ഫ്രണ്ട്സാണ്. സോ ഇവരൊക്കെയാണ് വേറെ വേറെ ട്രക്കിംഗ് ഓരോരോ സ്ഥലത്തിലേക്ക് പോകുന്ന ആൾക്കാരാണ്. സോ ദിസ് ഈസ് എ ജംഗ്ഷൻ. അപ്പോൾ ഇതാണ് ആ ഡെറാഡൂൺ ജംഗ്ഷൻ. സോ ഇവിടെ നിന്നായിരിക്കും നമ്മൾ ട്രക്കിങ്ങിനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടാവുക. സോ അതാണ് ഞാൻ പറഞ്ഞ ഓൾ ഇൻ ഓൾ ഈസ് മൈ ബ്രദർ. സോ മൂപ്പരായിരുന്നു ഓൾ ഇൻ ഓൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അടിപൊളിയായിരുന്നു. മൂപ്പര് ഫസ്റ്റ് ഒരു നല്ല സൈലൻ്റ് ആയിരുന്നു. സോ ആഫ്റ്റർ പിന്നെ മൂപ്പര് സെറ്റായി. ഇതാണ് നമ്മുടെ പാലപ്പറ്റി ഗ്യാങ്. സോ അതുതന്നെയാണ് ഇപ്പോൾ ഇവർ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചപ്പോൾ ഈ വഴി പോകുന്നത് നമുക്ക് വന്നിട്ട് പറയണമെങ്കിൽ ഗംഗോത്രി, മുസൂരി, അങ്ങനത്തെ കുറേ വഴിയിലേക്കാണ്. സോ അതുകൊണ്ട് തന്നെ ഇവർ നമ്മളിങ്ങനെ കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഇപ്പോൾ ഒന്നും അറിയില്ല, പ്ലാൻ ഒന്നും അറിയാണ്ട് എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാണ്ട് ഇങ്ങനെ കട്ട പോസ്റ്റാണ്. സോ കുറേ ആൾക്കാർ വരാനുണ്ട്, 2-3 പേര് ട്രെയിനിന് അവിടെ നിന്ന് ഇതുവരെ എത്താനുണ്ട്. സോ അവർക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യണം. സോ ഇവരൊക്കെ വന്നിട്ട് വേണം നമുക്ക് സാങ്ക്രിയിലേക്ക് പോകാൻ. സെറ്റ് സാങ്ക്രിയിലേക്ക് പോകാൻ. അപ്പോൾ സാങ്ക്രി എത്തിയിട്ട് വേണം, അവിടെ നിന്നാണ് ട്രക്കിങ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ സാങ്ക്രി എത്തുമ്പോൾ അടുത്ത ഒരു 8ാമത്തെ വ്ളോഗിലായിരിക്കും അത് വരിക. വി ഗെറ്റ് ദ വൺ ഫ്രെയിം ഇൻ 2 സ്റ്റോറീസ്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ നടന്നു പോണ ചങ്ങായിൻ്റെ ലൈഫാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അവൻ്റെ ഒരു ലുക്ക് ഉണ്ടായിരുന്നു, ആ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി. ആരുടെ ആ ബസ്സിൽ കയറ്റി വെക്കുന്ന ആളിനെ എനിക്ക് മനസ്സിലായി. സോ അവൻ്റെ ജീവിതമാണ് അവൻ ജീവിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് കറുത്തിലേക്ക് വരാം. അപ്പോൾ അതിനെ എല്ലാവരുടെയും ജീവിതവും ഒരേപോലെയല്ല. ഓക്കെ, റാഫി, ഓക്കെ ഫൈൻ. അപ്പോൾ അങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ. ഞാൻ എൻ്റെ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അടിയിൽ തംസ് അപ്പ്
കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതന്നെ. അപ്പോൾ ഇവർ ബാലപ്പറ്റിക്ക് അപ്പം മുതൽ ഓണാണ്. ബസ്സിൽ കയറിയ മുതൽ അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഫുള്ള് വന്നവനും പോയവനും എല്ലാവരും നോക്കിയിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് കഥ. അവരാണ് കുറച്ചും കൂടിയും ട്രക്കിങ്ങിൽ കുറച്ചും കൂടിയും ഓണാക്കിയത്. സോ ഗുഡ് മെമ്പേഴ്സ്, ഐ ലൈക്ക് ദാറ്റ് ഗൈസ്. അപ്പോൾ അതാണ് നമ്മുടെ കുശേൽ, ഐ തിങ്ക് മേര് അത് തന്നെയാണോ, പിന്നെ ഹക്കായിരുന്നു അതിൽ മെയിൻ ഊക്കൽ വാങ്ങിയ വ്യക്തി. അയ്യോ, കുറേ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ കുറേ ചിരിച്ചു. ഒരു വണ്ടർഫുൾ ജേണി ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സാങ്കരിക്ക് പോകുന്നത് 11 ഹവേഴ്സാണ്. സോ ടോട്ടലി നമുക്ക് വന്നിട്ട് 11 ഹവേഴ്സാണ് സാങ്കരിയിലേക്ക് നമുക്ക് പോകാനുള്ളത്. കുറേ നേരം നമ്മൾ ആ ബസ്സിലിരുന്ന് കുറേ ചടച്ചു. ആകെ ബാഡായത് അത് മാത്രമേ ഉള്ളൂ. കുറേ എത്രയാണ് വേണ്ടത് സംസാരിച്ചിരിക്കുക, എത്രയാണ് വേണ്ടത് നമ്മൾ ഡാൻസ് കളിക്കുക. ഓക്കെ, പിന്നെ ചെവിയിൽ പാട്ടും വെച്ച് ബാക്കിലിരുന്ന ഒരേ കുലുക്കമാണ്. ഓക്കെ, അത് എത്ര പേരെ അവിടെ കുലുക്കം പറഞ്ഞ വൻ കുലുക്കമാണ്. ഇപ്പോൾ കാണുന്ന ഒന്നുമല്ല, എന്താ പറയുക, ഹില്ലൊക്കെ കയറാൻ പോകുമ്പോൾ അവിടെ നിന്ന് എൻ്റെ പൊന്നോ സീനാണ്. ആ ഫ്രണ്ടിലിരിക്കുന്ന ഡ്രൈവറാണെങ്കിൽ എന്താ പറയുക, ഒരു അന്തംഗമി. അതിൻ്റെ പൊന്നോ ഒന്നും പറയണ്ട, ചങ്ങായി ഓട്ടിക്കണ ഓട്ടമുണ്ട്. ജസ്റ്റ് മിസ് ഫ്രണ്ടിൽ പോയിരുന്ന അവൻ എന്താ പറയുക, അവർക്ക് ഈ വണ്ടർലയിൽ പോയ പോലെയാണ്. അതേപോലെയായിരുന്നു ആ ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു ധാബയിൽ ഇറക്കിയിട്ട് ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ക്യാഷും കാര്യങ്ങളും കൊടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കേണ്ടതാണ്. മോർണിംഗ് ഫുഡ് നമ്മൾ ആകെ കഴിച്ചത് എന്താണ്, ബ്രെഡ് പക്കോട ആൻഡ് ദ ചായ്, നോർത്ത് ഇന്ത്യൻ ചായ്. ഓക്കെ ഫൈൻ. ഓക്കെ, അസി ഇതിൻ്റെ ഇടയിൽ എന്തോ ഒരു കൗണ്ടറും കാര്യങ്ങളും അടിച്ചിട്ടുണ്ടായിരുന്നു. ഇസ് നെയിം ഈസ് അസി. അപ്പോൾ ചങ്ങായി വന്നിട്ട് എന്തോ ഒരു കൗണ്ടർ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ കൗണ്ടർ അടിച്ച് എല്ലാവരും ചിരിപ്പിച്ചിട്ട് അങ്ങനെ അവിടെ നിൽക്കുകയാണ്. സോ അതുതന്നെയാണ് കഥ. അപ്പോൾ അവൻ പറയുന്നത് എന്താ വെച്ചാൽ, പട്ടിക്കാട് നിന്ന് ഇതുവരെ എത്തി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അപ്പോൾ ഹക്ക് പറയാണ്, ഞങ്ങളെ അപ്പോൾ മനസ്സിലായി ഞങ്ങളാണ്, അപ്പോൾ നിങ്ങളാണ്. മറ്റേ ഡയലോഗിൽ, ഏത് ഡയലോഗ്, CD മുസിയിൽ നമ്മുടെ ഇവരൊക്കെ പറയുന്ന ഡയലോഗ്, ദിലീപ് അവരൊക്കെ പറയുന്ന ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദിലീപേട്ടൻ പറയുന്ന ഡയലോഗൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിച്ചത് ഭൂരിയാണ്. അത് വീഡിയോ ഇതിൽ എടുത്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ അപ്പോൾ ഞങ്ങൾ തണുപ്പ് കൊള്ളാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോ ഇവർ പെരുമ്പാവൂർ ടീംസാണ്. സോ അവരുടെ കൂടെയാണ് തണുപ്പ് കൊള്ളുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ വ്ളോഗുകൾ ഇനിയുമുണ്ട്. എല്ലാവരും വെയിറ്റ് ഫോർ ദ വീഡിയോ. അപ്പോൾ ഗുഡ് ബൈ, സബ്സ്ക്രൈബ്. ഓക്കെ.